സംവിധായകനും മുൻ എംഎൽഎയുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാൾ. അപേക്ഷയിൽ വാദം പൂർത്തിയായി. പോലീസ് കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. 21 ദിവസം വൈകി പരാതി നൽകിയതിൽ ദുരൂഹതയെന്ന് പി.ടി. കുഞ്ഞുമുഹമ്മദ് പറയുന്നു. വാട്സ്ആപ്പ് ചാറ്റും ഹോട്ടലിൽ താമസിച്ചതിന്റെ രേഖകളും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഈ കേസിൽ പരാതി വൈകിയാണ്, ഈ കേസെടുത്തത് വൈകിയാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പക്ഷേ അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കഴമ്പുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോട്ടൽ മുറിയിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. ആ ദിവസം, ആ പരാതി ഉയർന്ന ദിവസം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ വാദങ്ങൾ എന്തൊക്കെയാണ് ഉന്നയിച്ചത്? ശ്രുതി, തീർച്ചയായിട്ടും പ്രഥമ ദൃഷ്ട്യാ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ വാദിച്ചത്. എന്നാൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ ഇത് കള്ളമായ അല്ലെങ്കിൽ ഒരു വസ്തുതയില്ലാത്ത പരാതിയാണ് എന്നുള്ളതാണ് കോടതിയെ ധരിപ്പിച്ചത്. 21 ദിവസം വൈകിയാണ് ഈ പരാതി ഈ പറയുന്ന പോലീസിലേക്ക് കൈമാറിയതും അത് കേസായി വരുന്നതും എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു വാദം ഇന്ന് പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷകർ ഉന്നയിച്ചു. നവംബർ 6-ാം തീയതി നടന്ന സംഭവത്തിൽ പരാതി വരുന്നത് നവംബർ 27-ാം തീയതിയാണ്. അതായത് 21 ദിവസം ഈ പരാതി വൈകിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലാത്ത പരാതി കെട്ടിച്ചമച്ചു എന്നുള്ള ഒരു വാദം പ്രതിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറയുന്നത് കൃത്യമായ രീതിയിൽ തെളിവുകളുണ്ട്, കൃത്യമായ രീതിയിൽ അത് സാധൂകരിക്കത്തക്ക രീതിയിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്, ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യമാണ് കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം ഇന്ന് വിശദമായ രീതിയിലുള്ള വാദമാണ് കോടതി കേട്ടത്. ഇന്നലെ ഈ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പോലീസിനോട് കേസ് ഡയറി ഉൾപ്പെടെ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം പോലീസ് കേസ് ഡയറിയും തെളിവുകളും എല്ലാം തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം നടന്നിട്ടുള്ള വിശദമായ വാദപ്രതിവാദത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റന്നാൾ ഇതിനകത്തൊരു ഉത്തരവുണ്ടാകും, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് കേസ് ഡയറി ഉൾപ്പെടെ ഇന്നത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇനി എന്താണ്, മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി മറ്റന്നാൾ വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത്, പ്രോസിക്യൂഷൻ പറയുന്നത് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴമ്പുണ്ട് എന്നുള്ളതാണ്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.